ഞാൻ നിങ്ങളെ വീഡിയോയിൽ വരാൻ കാരണം മെയിൻ ആയിട്ടുള്ള രണ്ട് റീസൺ ആണ്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അതുപോലെ നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് എന്റേതായിട്ടുള്ള ഡിസിഷൻസ് എന്താണെന്നുള്ളത് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കണ്ടന്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു കണ്ടന്റ് ആയിട്ട് ആരും കാണും വേണ്ട. ഈ ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ടുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ വിഷയത്തിൽ കിടക്കുക. അപ്പൊ മണവാള ലാസ്റ്റ് ഇട്ട വീഡിയോയിലുണ്ട് അവൻ പറഞ്ഞ ഡേറ്റ്, അവൻ പറഞ്ഞ സ്ഥലം, അവൻ പറഞ്ഞ ഏരിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറെ പേര് എടുത്തിട്ട് വളച്ചൊടിച്ചിട്ട് പലതും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ വിളിക്കുന്ന സ്ഥലത്തോട്ട് പോവാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫൈറ്റ് ചെയ്യാണ്ടോ? നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും. നീ വിളിക്കുന്നു, വീണ്ടും പറയുന്നത് നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് ടൈം കാര്യം ഡേറ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അവൻ പറഞ്ഞ സമയം എന്നുള്ള രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ കാണുന്നുണ്ട് ഒരു ഷോർട്ട് വീഡിയോ, ഞാൻ വീഡിയോ ഷോർട്ട് നമ്മൾ കൊടുക്കാൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മണവാളം വളച്ചൊടിച്ചിട്ട് ഞാൻ മണവാളിനെ പേടിച്ചു എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. അവനക്ക് റീച്ച് വേണം, ശരിയാണ്. പക്ഷെ എനിക്കിപ്പോ അവനെ പേടിച്ചിട്ട് നടക്കേണ്ട ഒരു ഗതികേടില്ല. പിന്നെ ഡിസംബറിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെക്ക് ചെയ്താലും അവന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സമയത്താണ് അവൻ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുള്ളത്. പിന്നെ അവനോട് ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോ ആ കോൾ അല്ലാണ്ട് വേറെ കോൾ ചെയ്തപ്പോ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്റെ വാപ്പാക്ക് ഇങ്ങനെ ഫാദറിന് ഇങ്ങനെ സർജറിയും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് നീട്ടാം. പിന്നെ ഇതിന്റെ ബാക്കിൽ എനിക്ക് നടക്കാൻ പറ്റൂല. അവനക്ക് വെച്ചാൽ ഒരു കറങ്ങണ കസാലി ഇരുന്ന് സ്ട്രീമും ചെയ്താണ്ട് പൈസയും കാര്യങ്ങളും യൂട്യൂബിൽ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റെ ഫാമിലിയും കാര്യങ്ങളും എല്ലാം നോക്കണം. അതുകൊണ്ട് ഞാൻ അവനോട് ഒരു കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഇതിന് പെട്ടെന്ന് തല്ലി തീർക്കുക, ചൂടാറുന്നതിന് മുന്നേ തീർക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഷോട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ അവനക്ക് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞതാണ് എടാ നമുക്ക് ഒരു 5-ാം തീയതി 6-ാം തീയതി ആയിട്ട് തീർക്കാം, നീട്ടി കൊണ്ടുപോകല്ല. എന്റെ അവസരം എന്റെ സാഹചര്യം എന്താണെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനത് മുതലെടുത്തിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് കണ്ട സമയത്താണ് ഡേറ്റും കാര്യം ഫിക്സ് ആക്കിയിട്ടുള്ളത്. ഏത് നേരത്തും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരും. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. പിന്നെ ഈ എൻജിയോഗ്രാം എടുക്കുക, ഇനി എത്ര ബ്ലോക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഈ കാര്യം ഓർത്തിട്ട് ഞാൻ ഓൾറെഡി ഡിപ്രഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് തീർക്കാന്നുള്ളത്. മാക്സിമം ഞാൻ അവനക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. വലിച്ചു നീട്ടരുത് ഞാൻ വീണ്ടും പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് വലിച്ചു നീട്ടിങ്ങാണ്ടുള്ള ഇതിന് നീ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ അതൊക്കെ പറയുമ്പോ അവന് നീ കോൾ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ എനിക്ക് പറ്റില്ല എന്നുള്ള സമയത്താണ് അവനിത് കുത്തി പൊക്കിയിട്ട് വീണ്ടും വന്നിട്ടുള്ളത്. നീ വളച്ചൊടിക്കും, നീ വളച്ചൊടിക്കും. എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. നിനക്ക് 5-6 2 ദിവസം അതിന്റെ ഉള്ളിൽ നിനക്ക് ഏത് ദിവസം ഫൈറ്റ് ചെയ്യാൻ പറ്റുക? ഞാൻ നിനക്ക് 5-6 ദിവസം, 5-ാം തീയതി 6-ാം തീയതി അതിൽ ഏതേ ഒരു ദിവസം നിനക്ക് അതിലൊരു ദിവസം നീ ചൂസ് ചെയ്തിട്ട് എന്റെ പൊന്നു മണവാള നിനക്ക് 5-6 2 ഡേ തന്നു. അതിൽ നീ ഒരു ഡേ, നീ ഓൾറെഡി സ്റ്റേറ്റ് ചാമ്പ്യനാണ്. നിനക്ക് എത്ര ടൈം